ഇപ്പോൾ കേരളത്തിലെ സന്യാസിമാരുടെ ആശ്രമങ്ങളുടെയും മഠാധിപന്മാരുടെയും കൂട്ടായ്മയായ മാർഗദർശക മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 7-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് 21-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ധർമ്മസന്ദേശയാത്ര, ആ യാത്രയുടെ കാര്യങ്ങൾ 8-ാം തീയതിയാണ് കണ്ണൂരിലെത്തുന്നത്. ആ യാത്രയുടെ ക്രമീകരണങ്ങൾ വിശദീകരിക്കുവാൻ വേണ്ടിയാണ് ഇന്നിവിടെ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ ധർമ്മസന്ദേശ യാത്രയെക്കുറിച്ചിട്ട് ഒരുപക്ഷെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. സ്വാഗത സംഘ രൂപീകരണം 2 മാസം മുൻപ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. 8-ാം തീയതി ആണ് കണ്ണൂരിലെ പരിപാടി. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ 6-ാം തീയതി ശ്രീനാരായണ ഗുരുദേവനാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ നിന്നും ദീപത്തെ സ്വീകരിച്ചുകൊണ്ട് കാസർഗോഡ് എത്തുകയും 7-ാം തീയതിയാണ് അവിടെ വെച്ചിട്ട് തുടങ്ങുന്നത് ധർമ്മസന്ദേശ യാത്ര. 21-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്നൊരു യാത്രയാണ്. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരത്ത് 21-ാം തീയതി സമാപിക്കുന്ന രീതിയിൽ ഓരോ ജില്ലയിലും ഓരോ ദിവസം എന്ന രീതിയിലാണ് ഈ പരിപാടി നടക്കുന്നത്. അതിൽ ആ ഒരു പരിപാടിയുടെ ക്രമം എങ്ങനെയെന്ന് പറഞ്ഞാൽ, രാവിലെ നേതൃസംഗമമാണ്. ഹൈന്ദവ സമൂഹത്തിലെ മുഖ്യരായിട്ടുള്ള ആൾക്കാരെ, ആചാര്യ സദൃശരായിട്ടുള്ള ആൾക്കാരെ, യോഗ അതുപോലെ മറ്റ് പല മേഖലകളിലെയും ആചാര്യന്മാരായിട്ടുള്ള ആൾക്കാർ, അതുപോലെ സാഹിത്യകാരന്മാർ, അത്തരം നേതൃനിരയിൽ ഇരിക്കുന്ന ആൾക്കാരായിട്ടുള്ള ഒരു ചർച്ച, ഒരു സംവാദം നടക്കുന്നു രാവിലെ 10 മണിക്ക്. സനാതനധർമ്മത്തിൻ്റെ, ഹൈന്ദവധർമ്മത്തിലെ ഉള്ള അപജയങ്ങളെ കുറിച്ചും ഇന്ന് നേരിടുന്നതായ പ്രതിബന്ധങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും ഒക്കെ തന്നെയുള്ള ഒരു ചർച്ച അവിടെ വെച്ച് നടക്കുന്നതായിരിക്കും. അതിനുശേഷം 4 മണിക്ക് പൊതുസമ്മേളനം സന്യാസിമാരുടെ നേതൃത്വത്തിലുള്ള സംപൂജ്യ സ്വാമി ചിദാനന്ദപുരി സ്വാമികൾ, മാർഗദർശക മണ്ഡലത്തിൻ്റെ അധ്യക്ഷനാണ് ചിദാനന്ദപുരി സ്വാമികൾ. അപ്പോൾ മാർഗദർശക മണ്ഡലമാണ് ഈ ഒരു യാത്ര സംഘടിപ്പിക്കുന്നത്. എല്ലാ ആശ്രമങ്ങളുടെയും, കേരളത്തിലുള്ള എല്ലാ സന്യാസ ആശ്രമങ്ങളിലും ഈ മാർഗദർശക മണ്ഡലത്തിൽ ഉള്ളതാണ്. അപ്പോൾ ആ മാർഗദർശക മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അതിൻ്റെ അധ്യക്ഷനായിട്ട് ചിദാനന്ദപുരി സ്വാമികളാണ് അതിനെ നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖ്യപ്രഭാഷണത്തോടു കൂടിയിട്ടുള്ള ഒരു പൊതുസമ്മേളനം, ഇത്രയുമാണ് ഈ ഒരു പരിപാടിയിൽ, കണ്ണൂരിലെ പരിപാടിയിൽ. ഇത് ഈ രീതിയിൽ തന്നെ എല്ലാ ജില്ലകളിലും അത് നടക്കുന്നുണ്ട്. 8-ാം തീയതിയാണ് ഇവിടെ ഈ പരിപാടി നടക്കുന്നത്. കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ജനറൽ കൺവീനറായിട്ടുള്ള ബ്രഹ്മചൈതന്യ സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം സ്വാമിജി പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ സന്യാസിമാരുടെ, അത് എല്ലാ സമ്പ്രദായത്തിലുള്ള സന്യാസിമാരുടെ സംഘടനയാണ് മാർഗദർശക മണ്ഡലം എന്നുള്ളത്. ഈ മാർഗദർശക മണ്ഡലത്തിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഹിന്ദു സമാജത്തിലെ എല്ലാ സംഘടനകളെയും മാർഗനിർദ്ദേശം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായത് പ്രധാനമായിട്ടും ധർമ്മമാർഗത്തിൽ ധാർമ്മികമായിട്ടുള്ള അപജയം, എല്ലാ ഹൈന്ദവ സംഘടനകളും അതിൻ്റേതായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ടല്ലോ. ആ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും വിധത്തിൽ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അതിൽ ഇടപെടാനും അവരെ മാർഗനിർദ്ദേശം ചെയ്യാനും വേണ്ടിയിട്ടുള്ള സംഘടനയാണ് സന്യാസിമാരുടെ ഈ ഒരു മാർഗദർശക മണ്ഡലം എന്നുള്ള സംഘടന. അതുകൊണ്ട് തന്നെ അത് പ്രത്യക്ഷത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും കാണാൻ ഇല്ല. എന്നാൽ ധർമ്മത്തിന് ഒരു കുഴപ്പം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റ് ഹൈന്ദവ സംഘടനകൾ ധർമ്മമാർഗത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ കുറവ് വരിക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവരെ മാർഗനിർദ്ദേശം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പരിപാടി കൊണ്ട് മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് ഇതിൻ്റെ യാത്ര. അതായത് എല്ലാ ജില്ലയിലും
ജില്ലയിലൂടെയും കടന്നു പോകും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇത് ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള കുദ്രോളിയിൽ ഉള്ള ഗോകർണനാഥ ക്ഷേത്രത്തിൽ നിന്നാണ് ഇതിൻ്റെ ആരംഭം കുറിക്കുന്നത്. അവിടെ നിന്ന് ഇന്ന് 6-ാം തീയതി വൈകിട്ട് 3 മണിക്കാണ് അവിടുത്തെ ക്ഷേത്രത്തിൽ നിന്നും ആ ഒരു ദീപശിഖ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ യാത്ര ആരംഭം കുറിക്കുന്നത്. എന്നിട്ട് കാസർഗോഡ് ജില്ലയിലേക്ക് ഇന്ന് പ്രയാണം ചെയ്യും. തുടർന്ന് നാളെ 7-ാം തീയതിയാണ് കാസർഗോഡ് നിന്ന് പരിപാടി ആരംഭിക്കുന്നത്, ജില്ലയുടെ പരിപാടി ആരംഭിക്കുന്നത്. അത് രാവിലത്തെ നേതൃയോഗം ചിന്മയ മിഷനിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പൊതുസമ്മേളനം എന്ന് പറയുന്നത് താളിപ്പടപ്പ് മൈതാനം, അവിടെയാണ് പൊതുസമ്മേളനം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുക. ഇന്ന് രാത്രിയോടുകൂടി സന്യാസിമാരെല്ലാവരും തന്നെ അന്ന് 7-ാം തീയതി രാത്രി തന്നെ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. രാവിലെ എല്ലാ ജില്ലയിലും ഉള്ളതുപോലെ തന്നെ 10 മണിക്ക് ജവഹർ ലൈബ്രറി ഹാളിൽ വെച്ചിട്ടാണ് നമ്മുടെ കണ്ണൂർ ജില്ലയുടെ നേതൃസംഗമം എന്ന പരിപാടി നടക്കുന്നത്. ഈ നേതൃസംഗമത്തിലാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ സാമുദായിക ആചാര്യന്മാർ, അതുപോലെ തന്നെ ആധ്യാത്മിക പ്രഭാഷകന്മാർ, ക്ഷേത്രം ഭരണാധികാരികൾ, അതുപോലെ തന്നെ തന്ത്രം കൈകാര്യം ചെയ്യുന്ന ആചാര്യന്മാർ, ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആചാര്യന്മാർ, ഇങ്ങനെയുള്ള യോഗ കൈകാര്യം ചെയ്യുന്ന ആചാര്യന്മാർ, ഇതുപോലെയുള്ള സമൂഹത്തിൽ ധാർമ്മിക രീതിയിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തെ പഠിപ്പിക്കുന്നതിനൊക്കെയുള്ള ആചാര്യന്മാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ടുണ്ട് നമ്മൾ ആ ഒരു വേദിയിൽ. അവരുമായിട്ട് സന്യാസിമാർ സംവദിച്ചിട്ട് ഈ ധർമ്മ വിഷയത്തിലുള്ള അപജയത്തെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം എന്നുള്ളത് ചർച്ച ചെയ്യുകയും അതിനെ തീരുമാനിക്കുകയാണ് പ്രധാനപ്പെട്ട പരിപാടി. അത് ലൈബ്രറി ഹാളിൽ വെച്ചിട്ടാണ് നടക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് പൊതുസമ്മേളനത്തിൽ ഉദ്ദേശിക്കുന്നത് ഇതേ വിഷയം തന്നെ, ധാർമ്മികമായിട്ടുള്ള ഈ അപജയത്തെ തരണം ചെയ്യാനുള്ള ചില നിർദ്ദേശങ്ങൾ നമ്മളെ പൊതുസമൂഹത്തിലേക്ക് സന്യാസിമാർ നിർദ്ദേശിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതിൽ മുഖ്യമായിട്ട് ധർമ്മ സന്ദേശം നൽകുക സ്വാമി ചിദാനന്ദപുരി സ്വാമിയായിരിക്കും. മറ്റ് എല്ലാ പ്രമുഖരായിട്ടുള്ള സന്യാസിമാരും കൂടെ ഉണ്ടാവും. ഏകദേശം 100ഓളം സന്യാസിമാർ ഈ ഒരു യാത്രയിൽ കേരളത്തിലുടനീളം ഉണ്ടാവും. അത് ചിന്മയ മിഷൻ, അതുപോലെ തന്നെ മാതാ അമൃതാനന്ദമയി മഠം, അതുപോലെ ശ്രീരാമകൃഷ്ണ മഠം, അതുപോലെ ശിവഗിരി മഠം, പിന്നെ അതുപോലെ ബ്രഹ്മകുമാരീസ്, ഇങ്ങനെയുള്ള പ്രമുഖ സത്യസായി ബാവ, സിർദി സായി ബാവ, ഇങ്ങനെയുള്ള എല്ലാ പ്രമുഖരായിട്ടുള്ള സന്യാസ സമ്പ്രദായത്തിലുള്ള സന്യാസിമാരും കൂടെയുണ്ട്. പേരെടുത്ത് ഓരോരുത്തരെയും പറഞ്ഞു കഴിഞ്ഞാൽ അത് അനവധിയുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ വേറെ കാര്യങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നേരെ വയനാട് ജില്ലയിലേക്കാണ് അടുത്ത സന്ദർശനം ഉണ്ടാവുക. വയനാട് ജില്ലയിൽ ഗണപതിവട്ടം ക്ഷേത്രം ഓഡിറ്റോറിയത്തിലാണ് നേതൃസംഗമം നടക്കുന്നത് 10 മണിക്കുള്ള. അതുപോലെ തന്നെ വൈകിട്ട് പൊതുസമ്മേളനം അതിൻ്റെ തന്നെ അവിടുത്തെ ക്ഷേത്രം ഗ്രൗണ്ടിലാണ്. നമ്മുടെ ഈ ഒരു ധർമ്മ സന്ദേശയാത്രയുടെ പ്രധാന ഒരു വാക്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തനിമയിലേക്ക് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ യഥോ ധർമ്മ സ്തതോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെയാണ് ജയം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ ധർമ്മത്തിന് അപജയം സംഭവിക്കുന്നത് കൊണ്ടാണ് ആളുകൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ധർമ്മം ഇവിടെ ഉണ്ട് എങ്കിൽ ആളുകൾ ഇവിടെ തന്നെ നിൽക്കും. അപ്പോൾ ധർമ്മത്തെ നമുക്ക് ഇവിടെ തന്നെ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഇതേപോലെ മയക്കുമരുന്നുകളുടെ യുവാക്കളിലുള്ള അമിതമായിട്ടുള്ള സ്വാധീനം, അത് ഹിന്ദു സമൂഹത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഹിന്ദു സമൂഹത്തിലെ കുട്ടികൾക്ക് ഒരുപാട് കൂടുതലാണ്. അതുപോലെ തന്നെ കുടുംബ ശൈഥില്യം, ധർമ്മത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു സങ്കേതം എന്ന് പറയുന്നത് കുടുംബമാണ്. ഈ കുടുംബത്തിന് ഒരു അപജയം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അനവധി കാലമായിട്ട് പിന്തുടർന്നിട്ടുള്ളൊരു പരമ്പരയുണ്ട്. കുടുംബത്തിലൂടെയാണ് അത് പോന്നിട്ടുള്ളത്. അത് ഈ കുടുംബം നശിച്ചു കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ട് ഇല്ലാതായിപ്പോവും.
അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരത്തിൽ കുടുംബം നശിക്കാൻ ഇടവരരുത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണവും കൂടെയാണ് സന്യാസിമാർ. ഒരു ആചാര്യന്മാരായിട്ടാണ് നമ്മൾ കാണുന്നത് സന്യാസിമാരെ. അതായത് ഋഷിമാർ, നമ്മുടെ പൂർവ്വ ഋഷിമാരൊക്കെ ധർമ്മത്തിന് കുഴപ്പം വന്ന സമയത്ത് ഇടപെട്ടിട്ടുണ്ട്. അത് ശങ്കരാചാര്യ സ്വാമികളാവട്ടെ, പിന്നെ സ്വാമി വിവേകാനന്ദ ആവട്ടെ, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനാവട്ടെ, ഇവരൊക്കെ ഈ ലോകത്തിലെ മറ്റ് ഈ ബന്ധനങ്ങളൊക്കെ വിട്ട് സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ അവർ ധാർമ്മിക വിഷയത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അതിനു വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും പോംവഴികൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതേ കാര്യം തന്നെയാണ് സന്യാസി സമൂഹവും ചെയ്യുന്നത് ഇതിലൂടെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുന്നത്, തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്തിൽ വെച്ചിട്ടാണ്, അതൊരു മഹാസമ്മേളനമാക്കിയിട്ടാണ് പര്യവസാനം ചെയ്യിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാ ആളുകളും, കേരളത്തിലുള്ള എല്ലാ ധർമ്മത്തെ പരിരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും അതിലുണ്ടായിരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിനോടനുബന്ധിച്ച് തന്നെ സ്വീകരണ പരിപാടി ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ രാവിലെ പരിപാടി തുടങ്ങുന്നതിന് മുൻപ് ജില്ലയിൽ ഒരു ദിവസത്തെ പരിപാടി എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. പൊതുജന ഒരു സന്ദേശം ആരിലെങ്കിലും എത്താത്തതുണ്ടെങ്കിൽ നമ്മുടെ ധർമ്മ